ഹായ് മക്കളെ, നമുക്കിന്ന് ഗോപൻ്റെയും മാളുവിൻ്റെയും കഥ കേട്ടാലോ? ഒരിടത്ത് ഗോപൻ എന്നും മാളു എന്നും പേരുള്ള രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ അമ്മ മരിച്ചു പോയിരുന്നു. അച്ഛൻ വേറെ വിവാഹം കഴിച്ചു. അവരുടെ രണ്ടാനമ്മയാകട്ടെ വളരെ ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറിയിരുന്നത്. കൊച്ചു പെൺകുട്ടിയായിരുന്നിട്ടും മാളുവിനെ കൊണ്ട് അകലെ നിന്നും വെള്ളം കോരിക്കുകയും എല്ലാവരുടെയും തുണി അലക്കിക്കുകയും മറ്റും ചെയ്യിച്ചു. ഗോപനെ മരം വെട്ടുക, വിറകു കീറുക തുടങ്ങിയ ജോലികൾക്കും നിർബന്ധിച്ചു. എത്ര കഠിനമായ ജോലി ചെയ്തു ക്ഷീണിച്ചാലും വയറ് നിറച്ച് ഭക്ഷണം പോലും നൽകിയിരുന്നില്ല. ഒരു ദിവസം രണ്ടാനമ്മ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന പണം കൊണ്ട് ഇവിടുത്തെ ഭക്ഷണത്തിന് പോലും തികയുന്നില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും? രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തിട്ടും കൂടുതലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? അച്ഛൻ നിസ്സഹായനായി ചോദിച്ചു. നിങ്ങളിനി ഒന്നും ചെയ്യേണ്ട. ആ പിള്ളേരാണ് നമ്മുടെ ചിലവ് കൂട്ടുന്നത്. അവരെ ഇവിടുന്ന് ഓടിക്കാം. അതിനുള്ള വഴിയും ഞാൻ പറയാം, അമ്മ തുടർന്നു. ഇന്നു രാത്രി നമുക്ക് കുട്ടികളെയും കൂട്ടി അകലെയുള്ള കുറ്റിക്കാട്ടിൽ പോകാം. എന്നിട്ട് അവരെ കൊടും വനത്തിലേക്ക് ചുള്ളി ഓടിക്കാൻ പറഞ്ഞേക്കാം. തിരിച്ചു വരാനുള്ള വഴിയറിയാതെ നടക്കുന്ന കുട്ടികളെ ഏതെങ്കിലും കാട്ടുമൃഗം കടിച്ചു കൊന്നുകൊള്ളും. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും രണ്ടാനമ്മയുടെ ഇഷ്ടത്തിന് അച്ഛൻ വഴങ്ങി. പക്ഷേ അവരുടെ സംഭാഷണം കുട്ടികൾ കേൾക്കുന്നുണ്ടായിരുന്നു. ബുദ്ധിമാനായ ഗോപൻ പതുക്കെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പൂനിലാവിൽ വെട്ടിത്തിളങ്ങുന്ന കുറേ വെള്ളാരം കല്ലുകൾ പോക്കറ്റിലാക്കി. എന്നിട്ട് സമാധാനമായി കിടന്നുറങ്ങി. പിറ്റേന്ന് വൈകുന്നേരം അവർ ഒന്നിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ഗോപൻ ഓരോ വെള്ളാരം കല്ലുകൾ ഇട്ടിട്ടു പോന്നു. കുട്ടികളെ കൊടും കാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയി. അച്ഛനെയും അമ്മയെയും കാണാതെ ഉച്ചത്തിൽ കരയുന്ന അനുജത്തിയെ ഗോപൻ ആശ്വസിപ്പിച്ചു. ഇരുട്ടത്ത് തിളങ്ങുന്ന വെള്ളാരം കല്ലുള്ള വഴിയിലൂടെ നടന്ന് അവർ വീട്ടിലെത്തി. പ്രഭാതത്തിൽ മുറ്റത്ത് നിൽക്കുന്ന കുട്ടികളെ കണ്ട് രണ്ടാനമ്മ അത്ഭുതപ്പെട്ടു. പിറ്റേന്നും അവർ കുട്ടികളെ ഉപേക്ഷിക്കാനുള്ള ഉപായം അച്ഛനോട് പറഞ്ഞു. ഒരു ചെറുചിരിയോടെ വെള്ളാരം കല്ലുകൾ പൊറുക്കാൻ വാതിൽ തുറക്കാനെത്തിയ ഗോപൻ ഞെട്ടിപ്പോയി. വാതിൽ പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. അവന് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് കാട്ടിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയ അമ്മ ഓരോ കഷ്ണം റൊട്ടി കുട്ടികൾക്ക് നൽകി. വിശപ്പ് കൊണ്ട് മാളു പെട്ടെന്ന് അത് കഴിച്ചു. പക്ഷേ ഗോപൻ അത് കഴിച്ചില്ല. അവൻ അത് പൊടിച്ച് കയ്യിൽ വെച്ചു. പോകുന്ന വഴിയിൽ റൊട്ടിപ്പൊടി അവൻ വിതറുകയും ചെയ്തു. രാത്രിയായപ്പോഴേക്കും മാളു കരയാൻ തുടങ്ങി. അവൻ പെങ്ങളെ ആശ്വസിപ്പിച്ചു. തിരിച്ചു പോകാൻ അവൻ താനുപേക്ഷിച്ച അപ്പക്കഷ്ണങ്ങൾ നോക്കി. പക്ഷേ അവയെല്ലാം ഏതോ പക്ഷികൾ തിന്നിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അനുജത്തിയുടെ കൈയും പിടിച്ച് അവൻ എങ്ങോട്ടെന്നില്ലാതെ നടന്നു. തൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അവന് കരച്ചിൽ വന്നു. പെട്ടെന്ന് ഒരു വെളുത്ത പക്ഷി പറന്നു വരുന്നത് കണ്ടു. അവൻ മനസ്സിലോർത്തു, ഈ പക്ഷിയുടെ പുറകെ പോകാം. ഒരു പക്ഷേ അത് കാടിന് വെളിയിലേക്കാവും പോവുക. അവൻ മാളുവിനെയും കൂട്ടി പക്ഷി പോയ വഴിയേ നടന്നു. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കൊട്ടാരം കണ്ടു. അവർ കൊട്ടാരത്തിനടുത്തെത്തി. ഇതെന്തൊരത്ഭുതം! കേക്ക് കൊട്ടാരമോ? അതെ, ആ കൊട്ടാരം കേക്ക് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ കുട്ടികൾ മറ്റൊന്നും ആലോചിക്കാതെ കൊട്ടാരത്തിൻ്റെ ചുമരുകൾ കഴിക്കാൻ തുടങ്ങി. ഹായ്, എന്ത് രുചിയുള്ള കേക്ക്! മാളുവിന് സന്തോഷം ഒളിച്ചു വെക്കാനായില്ല. പെട്ടെന്ന് കൊട്ടാരത്തിൽ നിന്ന് ഒരു വൃദ്ധ പുറത്തേക്ക് വന്നു. അവർ ചോദിച്ചു, ഏയ്, എന്താ കുട്ടികളെ നിങ്ങളെ കാണിക്കുന്നത്? വരൂ, അകത്തേക്ക് വരൂ. കുട്ടികൾ കൊട്ടാരത്തിനുള്ളിൽ കടന്നു. അവർക്ക് തിന്നാനായി കുട്ട നിറയെ കേക്കുകൾ കൊടുത്തു. കുട്ടികൾക്ക് ഉത്സാഹമായി. അവർ പരസ്പരം പറഞ്ഞു, നമുക്കിനി എങ്ങോട്ടും പോകണ്ട, ഇവിടെ സുഖമായി കഴിയാം. അന്നു മുതൽ കുട്ടികൾ വൃദ്ധയോടൊപ്പം താമസിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു വലിയ ഉരുളിയിൽ വെള്ളം തിളപ്പിക്കാൻ വൃദ്ധ മാളുവിനോട് പറഞ്ഞു. അവൾ ചോദിച്ചു, അമ്മുമ്മേ, എന്തിനാ ഇത്രയും വെള്ളം? ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവർ ഗോപനെ പിടിച്ച് കെട്ടിയിട്ടു. അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഇന്ന് എൻ്റെ അത്താഴം ഇവനാണ്. കുട്ടികളുടെ ഇറച്ചിക്ക് നല്ല രുചിയാണ്. വൃദ്ധയുടെ പറച്ചിൽ കേട്ട് കുട്ടികൾ പേടിച്ചരണ്ടു. ദൈവമേ, എന്നെ സഹായിക്കണേ. ഞാനുടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചേട്ടനെ അവർ കൊന്നു തിന്നും.
അവൾ തലപുകഞ്ഞ് ആലോചിച്ചു. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. അവൾ പറഞ്ഞു, മുത്തശ്ശി, ഇങ്ങോട്ട് വരൂ. ഈ വെള്ളത്തിന് ചൂട് മതിയോ എന്ന് നോക്കിക്കേ. വെട്ടിത്തിളങ്ങുന്ന വെള്ളത്തിലേക്ക് അവർ കൈ തൊടാനാഞ്ഞു. ആ നിമിഷം മാളു അവരെ ഒറ്റ തള്ള്. ആ വലിയ പാത്രത്തിലെ തിളച്ച വെള്ളത്തിലേക്ക് വീണ വൃദ്ധയ്ക്ക് രക്ഷപ്പെടാനായില്ല. മാളു വേഗം ഗോപൻ്റെ കെട്ടഴിച്ചു. അവർ കൊട്ടാരത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പൊന്നും പണവുമെല്ലാം ഒരു പെട്ടിയിൽ വാരി നിറച്ചു. എന്നിട്ട് പുറത്തിറങ്ങി. പെട്ടെന്ന് ആ വെളുത്ത പക്ഷി എവിടെ നിന്നോ പറന്നെത്തി. അത് അവരെ വീട്ടിലേക്ക് നയിച്ചു. ഈ സമയം അവരുടെ അച്ഛൻ കുട്ടികളെ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ മനസ്സു നീറി കഴിയുകയായിരുന്നു. മക്കളെ കണ്ടതും അച്ഛൻ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചു. അവർ അച്ഛൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. പെട്ടി നിറച്ചും സ്വർണവും പണവും കണ്ട രണ്ടാനമ്മയുടെ കണ്ണു നിറഞ്ഞു. അവർ കുട്ടികളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്നു മുതൽ മാളുവും ഗോമനും അച്ഛനമ്മമാരോടൊപ്പം സുഖമായി ജീവിച്ചു. പിന്നീടൊരിക്കലും രണ്ടാനമ്മ അവരെ ഉപേക്ഷിക്കാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല.